ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾ ലിങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കണ്ട. ഓക്കെ, പെട്ടെന്ന് എണീറ്റ് വന്ന് നമ്മൾ ഇന്ന് എന്ത് മേക്ക് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കപ്പ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കപ്പ് കൊണ്ട് മമ്മിയുടെ കൈ കൊടുത്തിട്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ആ കപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന്. ഈ കപ്പിൽ ഇതേപോലെ 2 കപ്പ് ഇപ്പോ എന്റെ കയ്യിലുണ്ടേ. ഈ 2 കപ്പ് വെച്ച് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ആന്തൂറിയം ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്ന. ഓക്കെ, ഇതേ എന്തായാലും പൂ തന്നെ, വെറും പേപ്പർ അല്ലേ. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതോടെ ഉണ്ട്. എന്നാ പ്ലാസ്റ്റിക് വല്ല നമ്മള് മാക്ഡൊണാൾഡ്സിന്റെ കപ്പാണത്. ആ ഫ്ലവർ തന്നെ ഉണ്ടാക്കാം. ഇതിന് തന്നെ ഒരു വെട്ടുണ്ട് ഈ കപ്പിനെ. ആ വെട്ടുഭാഗം വെച്ച് ഞാൻ വെട്ടിയെടുക്കുന്നു. ഇതിൽ നിന്ന് എന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കപ്പിനെ ഫുള്ള് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഷീറ്റ് ആക്കി എടുത്ത്. ഇത് 3ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഒരുപോലുള്ള അളവിൽ കിട്ടും. മനസ്സിലായോ? 3ആയിട്ട് മടക്കി 3ആയിട്ട് അപ്പം 3 ഷീറ്റായിട്ട് എടുക്കാം. സംഭവം ഒരു പീസ്. ഇത് നല്ല വശം, അകത്ത് വരുന്ന വശമാണ് ഇത്. ഇതിനെ നമ്മളിങ്ങനെ തിരിക്കുന്നു, കണ്ടോ? തിരിച്ചതിന് ശേഷം ഷേപ്പ് വരുത്തുന്നു. ഒരു സ്ഥിരം ഷേപ്പ് വരുത്തുണ്ടല്ലോ. ഫ്ലവറിന്റെ പെറ്റലിന്റെ ഷേപ്പിൽ വരുത്തുന്നു. കട്ട് ചെയ്തെടുക്കണം. ആന്തൂര്യത്തിന് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഇതല്ലേ ആന്തൂര്യത്തിന്റെ? കണ്ടോ? സൂപ്പർ. 3 ഇതുപോലെ ചെയ്യുക. ആട്ടിന്റെ ഷേപ്പില് നമുക്കതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മളിപ്പോ ഒരു പൂ ആക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഇതിന് ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഈ റെഡ് കളറിലെ സ്കെച്ച് ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മുടെ കയ്യിൽ റെഡ് നെയിൽ പോളിഷ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരുപാട് കളർ സ്കെച്ച് ഒക്കെ കാണും. അതെ, നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷേ ഉള്ളൂ. നല്ല രസമല്ലേ ആന്തൂറിയം പൂ കാണാൻ? അപ്പൊ ഇതിന് ഈ ഗ്ലാസ്സിനൊക്കെ ഡിസൈൻ ഉള്ള ഗ്ലാസ് ആയിരുന്നെങ്കിൽ നമുക്കിതൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയ ഈ കപ്പ് അതിന് വലിയ ഡിസൈൻ ഇല്ല. അതുകൊണ്ട് ഞാൻ തനിയെ കുറച്ച് ചെറിയ ഡിസൈൻ ഇതിന് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന്റെ നടുക്കൊരു സംഭവം വേണം. അപ്പോഴത്തേക്കും ഇത് ഉണങ്ങട്ടെ. നല്ല ഒരു നീളമുള്ള ഈർക്കില് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഈർക്കില കേട്ടോ. അപ്പൊ നീളം കിട്ടും. ഞാൻ ഇതിന്റെ നടുക്ക് നമുക്ക് ഈ ആന്തൂറിയം എന്ന് പറയുന്ന ഫ്ലവേഴ്സിന്റെ നടുക്കൊരു സംഭവം ഉണ്ടല്ലോ, ആ സാധനമാണ് ഞാൻ ഈ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അത് ഇച്ചിരി കട്ടിയിലൊക്കെ ഇരിക്കണം. ഇനി ഞാൻ തിരിച്ചു മറിച്ചും നമ്മുടെ ഈ കവറൊക്കെ ഇതിൽ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാ. ഗുഡ് ഐഡിയ. ആ ടൂത്ത് പിക്കില് ഗ്രീൻ കളറ് കവർ ചുറ്റി ഇങ്ങനെ ആക്കി ഇത് അപ്പം ഇപ്പൊ നമ്മുടെ മറ്റേ ആ ഇതെല്ലാം ഉണങ്ങി കാണുവേ. ഇതിനെ നമ്മള് ചെയ്യേണ്ട എന്താണെന്ന് അറിയാമോ? ഇതിന് ഷേപ്പ് വരണം. അരിവൊക്കെ ഒന്ന് മടക്കിയാൽ ചിലപ്പോ അതുപോലൊക്കെ ഇരിക്കും കേട്ടോ. 2 അരിവും ഒരു ഇതളിന്റെ ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടി ബാക്കിലോട്ട് മടക്കി കൊടുക്കുന്നു. ഇതള് അപ്പൊ ഇത് ഉണങ്ങി ക്യൂടെക്സ് ഒക്കെ അടിച്ച് ഉണങ്ങി കഴിഞ്ഞ ഇതിനെല്ലാം നമ്മള് പണ്ട് പ്ലാവലയൊക്കെ കുത്തുന്ന ഒരു പരിപാടിയുണ്ട്, കഞ്ഞി കുടിക്കാനൊക്കെ. അപ്പൊ അതൊന്നുമില്ല, എന്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ അതുപോലെ 2 സൈഡും ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഒരു സെലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, ശരി മനസ്സിലായി. ഇനി നമ്മള് ഈ സംഭവം
ആ ഈ വെച്ചിരിക്കുന്ന സംഭവം ഇല്ലേ നടുക്ക് വരണം. അപ്പൊ ഇത് അകത്ത് അതുവഴി ആ നമ്മള് സെറ്റ് ചെയ്ത സാധനം ഇറക്കിയെടുത്ത്. ഓക്കെ, ലുക്കൊക്കെ വന്ന് തുടങ്ങി. ഇതൊരു ഷേപ്പിലെത്തിയല്ലോ. ഇനി ബാക്കി സംഭവങ്ങളും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു നീളമുള്ള സാധനം എടുത്തിട്ട് അതിൽ വീണ്ടും നമ്മള് ഗ്രീൻ കവർ ചുറ്റുന്നു. വലിയ നീളമുള്ള തണ്ടാവാനല്ലേ? നടുക്ക് എന്തിയ സംഭവം ഞാൻ തണ്ട ഉണ്ടാക്കിയല്ലോ, ഉണ്ടാക്കി വെച്ചല്ലോ. ഇതുപോലെ ആവണം. ലാസ്റ്റ് കാണിക്കാം നന്നായിട്ട്. ഓക്കെ, പിന്നെ ഒരു ലീഫും കൂടി എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ 2 ഇലയും കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആന്തൂര്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്സ് കാണിച്ചു തരാം. ഫൈനലായിട്ട് നമ്മൾ ലൈം ജ്യൂസ് വാങ്ങിച്ച കപ്പിനകത്ത് കുറച്ച് ആൽക്കുളിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടതിന് ശേഷം നമ്മുടെ ആന്തൂര്യം ഫിക്സ് ചെയ്തു. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഫൈനലി നമ്മളിവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയും വേണം. ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു കപ്പ് വെച്ച് അടിപൊളി ഒരു ആന്തൂര്യം ഉണ്ടാക്കിയില്ലേ നമ്മള്. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലാണ് പറഞ്ഞു തരുന്നത്. ഇത് നന്നായി പഠിച്ച് നിങ്ങളൊക്കെ വർക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ സമയവും വേണ്ട, കൂടുതൽ സാധനങ്ങളും വേണ്ട, കാശ് കൊടുത്ത് മേടിച്ച് നിങ്ങളെ കാശ് നശിപ്പിക്കുകയും വേണ്ട. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മുതൽ ഞാൻ വാട്സപ്പിലൊന്നും അധികം സ്റ്റാറ്റസ് ഇടത്തില്ല കേട്ടോ. കാരണം വാട്സപ്പിൽ കണ്ടിട്ട് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസും പേരൻസും ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്, ഇത് ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ വാട്സപ്പ് വഴിയല്ല, എനിക്ക് യൂട്യൂബ് വഴി ലൈക്ക് ചെയ്ത് തരണം. നിങ്ങൾ എത്ര പേര് കാണുന്നു എന്നുള്ളത് എനിക്ക് അറിയണം. അതുകൊണ്ട് ഇനി യൂട്യൂബ് വഴി കണ്ടാൽ മതി. ആ ലിങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ കണ്ടിട്ട് കമന്റ് വിടുക. അപ്പോഴേ എനിക്കൊരു ഇൻട്രസ്റ്റ് വരും. ഞാനിങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ഇതൊക്കെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ടൈം പാസും ആവും, നിങ്ങളുടെ ഒരു പ്രചോദനമാവും.